ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 53-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ കേരളത്തിലെ അന്തരീക്ഷത്തിൽ താപനില ഒത്തിരി ഉയരുന്നുണ്ട്. എല്ലാവരും വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക എന്ന് വെച്ചിട്ട് ഓടിപ്പോയി തണുത്ത വെള്ളമൊന്നും കുടിക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലോണം കെയർ എടുക്കുക. അപ്പോൾ 53 ദിവസമായിട്ടും സത്യം പറഞ്ഞാൽ ഇതുവരെയും ഈ ബിഗ് ബോസ് ഹൗസിനെത്തുന്ന ആരാണ് വിൻ ചെയ്യും എന്ന രീതിയിലൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു സീരിയൽ തരത്തിൽ പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും ഇന്ന് ജിൻഡോ ലൈവിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോഴത്തെ നമ്മുടെ നെഞ്ചിലേ നെഞ്ചിലേ എന്ന് പറഞ്ഞ പാട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ജിൻഡോയും എല്ലാം നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൗസിനകത്ത് ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ റസ്മിൻ ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അതായത് ഡിസ്നി ഹോട്ട്സ്റ്റാർ കോൺടെസ്റ്റിൻ്റെ പ്രകാരം പ്രേക്ഷകരുടെ തീരുമാനപ്രകാരം ജിൻഡോയുടെയും നോറയുടെയും കൈകൾ തമ്മിൽ കെട്ടുക. അപ്പോൾ ഒരു വള്ളി പിടിച്ച കേസാണ്, ഒരു വള്ളിക്കെട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. നോറ പറഞ്ഞ്, അയ്യോ എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നുന്നു, ആ കയർ ആ വള്ളിയെടുത്ത് എൻ്റെ കഴുത്തിലൂടെ എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഒരു ഫണ്ണായിട്ട് കൊണ്ടുപോകേണ്ടത് കുറച്ചൊക്കെ ഫണ്ണ്. ജിൻഡോ ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജിൻഡോന് ഓരോരോ വാക്കിലും നീയാണൻ സംഗീതം ആ പാട്ടൊക്കെ പാടിയിട്ട് അടിപൊളിയായിട്ട് നല്ലതായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പൂവേ ഒരു മഴമുത്തം ആ പാട്ടൊക്കെ പാടി. അപ്പോഴത്തേക്ക് ജിൻഡോ ആണെങ്കിൽ എന്താ പിന്നെ പുഷപ്പ് എടുക്കുന്നുണ്ട്. അങ്ങോട്ട് കൈവലിക്കുന്നു, ഇങ്ങോട്ട് കൈവലിക്കുന്നു. അപ്പോഴത്തേക്ക് നോറയ്ക്ക് വേദനിക്കുന്നു പറഞ്ഞിട്ട് റസ്മിന് വന്നിട്ട് കൈ ലൂസാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഫണ്ണായിട്ട് എടുക്കേണ്ടതാണ് കേട്ടോ. പക്ഷേ അത് ശരണ്യയും ശ്രീരയൊക്കെ പറയുന്നുണ്ട് നോറ ഒരിക്കലും ഒരു കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ. പിന്നെ ജാസ്മിൻ വന്നിട്ട് കിച്ചണിൽ ഡ്യൂട്ടി ചെയ്യാനായിട്ടൊക്കെ നമ്മളെ ജിൻഡോ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് രതീഷിൻ്റെ ബർത്ത്ഡേ ആന കളിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ട്. അങ്ങനെ ജാസ്മിൻ പറയുന്നുണ്ട് ജിൻഡോ വന്ന് പാത്രം കഴുകണം എന്ന രീതിയിൽ. പക്ഷെ നോറ പാത്രം കഴുകാൻ തയ്യാറാകുന്നില്ല. വാടി ബേബി, വാ ബേബിയെന്ന് നിങ്ങൾ എന്താ വിളിക്കുന്ന രീതിയിൽ. അപ്പോൾ സായിക്ക് ദേഷ്യം. സായി പറഞ്ഞു, ഇത് പവർ ടീമിൻ്റെ ഉത്തരവാണ്, കിച്ചണിനകത്ത് ഒത്തിരി ഡ്യൂട്ടിയുണ്ട്, നിങ്ങൾ പാത്രം കഴുകിയേ പറ്റുള്ളൂ. ഇത് പണിഷ്മെൻറ്റായിട്ട് നിങ്ങൾക്ക് നോറയ്ക്ക് ഇത് കേൾക്കാതിരിക്കാം, പക്ഷേ പണിഷ്മെൻറ്റ് എടുക്കേണ്ടി വരും. പണിഷ്മെൻറ്റ് എന്ന് കേട്ടത് നോറ പോയി ഇതാ പാത്രം കഴുകുന്നുണ്ട്. പെട്ടെന്ന് തീർക്കാൻ ടാസ്ക്കാണ്. ഇപ്പം നോറ കുറേ സമയം ഇരുന്നത് കാരണം ഒത്തിരി ലെങ്തായെന്ന് ഹൗസിലുള്ള അംഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോറയ്ക്ക് സങ്കടം വന്നു. നോറയുടെ കരച്ചിൽ എന്തായാലും ബിഗ് ബോസ് കണ്ടിട്ട് ഉടനെ തന്നെ ബസറടിച്ചു. നമ്മുടെ റസ്മിന് വന്നിട്ട് രണ്ടുപേരുടെയും കൈ റിലീസാക്കിയിട്ടുണ്ട്. ആ സമയം തന്നെ നമ്മുടെ നോറ എന്ന് പറയുമ്പോൾ നീ വേണമെങ്കിൽ കഴുകുന്ന മട്ടിൽ പെട്ടെന്ന് അങ്ങോട്ട് ചാടിത്തുള്ളി ഇവിടെ പോയി ബാത്റൂമിനകത്ത് പോയി. ഒപ്പം റസ്മിനും പോകുന്നുണ്ട്. റസ്മിൻ അകത്ത് കയറുന്നുണ്ട്. ഇത് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഒരു റൂൾ എഗൻസ്റ്റാണ്. ചിലപ്പോൾ ലാലേട്ടൻ ചോദിക്കുമായിരിക്കും, അറിയത്തില്ല. മൈക്കിട്ട് സംസാരമൊക്കെ പുറത്ത് കേൾക്കാം. എന്നാലും അങ്ങനെ കരച്ചിലൊക്കെ മാറിയിട്ട് നമ്മുടെ നോറയാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത്. എന്താണെന്ന് പറയുമ്പോൾ സൂപ്പർ ഓവർ, അതായത് ഇവർക്ക് 6 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട് ടോൾ ടീമിന്. അപ്പോൾ മറ്റുള്ള ടീമുകൾക്ക് 2 പോയിൻ്റാണല്ലോ. അപ്പോൾ ഇനി ഒരു ഗെയിം വെച്ചാലും അത് ജയിച്ചാലും മറ്റുള്ള ആർക്കായാലും 5 പോയിൻറ്റേ കിട്ടുള്ളൂ. അപ്പോൾ ഇവരെ അത് ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് 6 പോയിൻറ്റ് ആൾറെഡി ഉണ്ട്. അപ്പോൾ അത് കാരണം ഒരു സൂപ്പർ ഓവറാണ്. എന്താണെന്ന് വെച്ചാൽ ഗാർഡൻ ഏരിയയിൽ നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്ന രീതിയിൽ കേട്ടോ. ഓരോ ഓവർ കൊടുക്കും. 6 ബോളിനകത്ത് എറിഞ്ഞ് സ്റ്റംപ് ചെയ്യുക, എത്ര പേര് ഔട്ടാവുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോറയെ ക്യാപ്റ്റൻ ആക്കാനാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ അത് നടക്കുന്നില്ല കേട്ടോ. ആദ്യം അഭിഷേക് ശ്രീകുമാർ എറിയാൻ വന്നു, പിന്നെ നോറ വന്നു, റസ്മിൻ വന്നു. റസ്മിൻ മാത്രം ഒരു ബോൾ എറിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഋഷിയാണ് ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റനായി മാറിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നോറയെ ഒരു പിന്നെ അവരുടെ റൂമിനകത്ത് ടണൽ റൂമിനകത്ത് നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബോളെങ്കിലും എറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ബോൾ എറിയാതെ നിൽക്കാം, നോറയെ ക്യാപ്റ്റൻ ആക്കണമെന്ന രീതിയിൽ. പക്ഷേ എന്തായാലും അത് പറ്റിയില്ല. എന്തായാലും എന്താ പറയേണ്ടത്, രതീഷ് നമ്മുടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വേറെ ആരുമല്ല, ക്യാപ്റ്റനായി വന്നിരിക്കുന്നത് ഋഷി തന്നെയാണ്. വരുന്ന ആഴ്ചയിൽ ഫുൾ പവർ ആർക്കാണെന്നറിയുമോ? ഈ ക്യാപ്റ്റനായിട്ടുള്ള വ്യക്തിക്കാണ്. അപ്പോൾ ഋഷിയുടെ ഗെയിം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനുശേഷം ഉണ്ടല്ലോ ഇവർ ടണൽ റൂമിനകത്ത് പോയി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ? നമ്മുടെ ഋഷിയും അതുപോലെ തന്നെ റസ്മിനും അഭിഷേക് ശ്രീകുമാറൊക്കെ. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ അവർക്കൊക്കെ ഡൗട്ടുണ്ട് കേട്ടോ, ഞാൻ എറിയാൻ നിന്നത്. കാരണം അഭിഷേക് ശ്രീകുമാരുടെ ഗെയിം കളിച്ചതിന് അഭിഷേക് ശ്രീകുമാറിന് ബോൾ എടുത്ത് എറിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാം സ്റ്റംപ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവർ ആരെങ്കിലും ഋഷിയെ ആക്കണമെന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ അഭിഷേക് ശ്രീകുമാർ ഗെയിം കളിച്ചത്. എന്താണെന്ന് അറിയത്തില്ല. അതിനുശേഷം അൻസിബയും ഋഷിയും സംസാരിക്കുന്നുണ്ട്. ജിൻഡപ്പ എന്നോട് പറയുന്നുണ്ട് പവർ റൂമിനകത്ത് നിന്നെ കയറ്റുമായിരിക്കും എന്നുള്ള രീതിയിൽ. റസ്മിന് നോറയെ സംസാരിക്കും. റസ്മിൻ പറഞ്ഞു ഞാൻ അവസാനം എറിഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഒരു ഡിസ്കഷനാണ്.
ഡിസ്കഷൻ വേറെ ഒന്നുമില്ല. നമ്മൾ അഭിഷേക് ശ്രീകുമാർ പറയുന്നത് വീക്കായിട്ടുള്ളവരെ പവർ ടീമിലിടണം. ജാസ്മിൻ, ഗബ്രി, ശ്രീതു, അത് അർജുൻ, ജിൻഡോ, സായി, സുജി ഇവരെയൊക്കെ പുറത്തിട്ടേക്കണം. അങ്ങനെ പിന്നെ അഭിഷേക് ശ്രീകുമാർ രക്ഷയും പറയുന്നത് 55 ദിവസമായി ഞാൻ അമ്മയെ കണ്ടിട്ടില്ല, എൻ്റെ അനുജനും അവരെയൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നീയാണ് എനിക്ക് ഇത്രയും ഒരു ഇത് തന്നത് ക്യാപ്റ്റൻ ആവാനായിട്ടുള്ള രീതിയിൽ അവർ തമ്മിൽ ഡിസ്കഷനൊക്കെ വരുന്നുണ്ട്. ആര്? ഋഷിയും അഭിഷേക് ശ്രീകുമാർ. അതിനുശേഷം നമ്മുടെ അപ്സര വന്ന് ടാസ്ക് വായിക്കുന്നുണ്ട്. ബെല്ലോട് കൂടിയ മണി തലയിൽ വെക്കുക, മണി അനങ്ങിയാൽ അവർ ഔട്ടാവണം എന്ന രീതിയിൽ. അതായത് ഒരു ഹെഡ് കവർ കൊടുക്കും, ഹെഡ് കവർ ഇങ്ങനെ മുകളിൽ എന്താ പറയേണ്ടത്, ഒരു മണിയും കെട്ടിക്കൊടുക്കും കേട്ടോ, ഒരു ഹെഡ് കെയർ കണ്ടോ, ഇങ്ങനെ തലയിൽ കെട്ടി വയ്ക്കുക. സംസാരിക്കുമ്പോൾ അനങ്ങുമ്പോഴോ മണി ഇലിങ്ങിയാൽ അവർ ഔട്ടാവാണ് ചെയ്യുന്നത്. അപ്പോൾ സായിക്ക് വയ്യാത്തതുകൊണ്ട് സായി കളിക്കേണ്ടെന്ന് പറഞ്ഞ് രതീഷാണ് ഇവരെ മോഡറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജിൻഡോയൊക്കെ തലയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ബിഗ് ബോസ് പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തുടരാമെന്ന്. അപ്പോൾ എല്ലാവരും ചാടിത്തുള്ളി പോകുമ്പോഴത്തേക്ക് ബിഗ് ബോസ് ഫ്രീസ് ചെയ്യിക്കും. അങ്ങനെ കേട്ടോ ആദ്യം നമ്മുടെ അഭിഷേക് ശ്രീകുമാരും അർജുനാണ് ഫസ്റ്റ് തന്നെ ഔട്ടായിരിക്കുന്നത്. നന്ദനയും ശ്രീതും ഒക്കെ നല്ലോണം അവർ കുറേ സമയം പിടിച്ചു വന്നു. സിജോ പിന്നെ ഔട്ടാകുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന സമയത്ത് ബിഗ് ബോസ് അനൗൺസിൻ്റെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തുടരാം എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഓടിപ്പോകും. അപ്പോഴത്തേക്ക് ബസ്സറടിക്കും, അപ്പം മിണ്ടാൻ നിൽക്കുക. സായി ഉണ്ടല്ലോ ഈ സമയം പോയി ഗുലാബ് ജാമുൻ എടുത്തിട്ട് വന്നു. ഓരോരുത്തർക്ക് വായിലിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് തല അനങ്ങുമല്ലോ, അപ്പോഴത്തേക്ക് ഔട്ടാവുമല്ലോ എന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് ജിൻഡോയുടെ മണി ഇലിങ്ങി എന്ന് പറയുന്നുണ്ട്. പ്രതീക്ഷ ഒന്ന് ചോദിക്കുന്നുണ്ട്, അതാണ്ടല്ലോ ശ്രീതു അർജുനും. അപ്പോൾ രതീഷ് പറഞ്ഞ് അർജുനെ നോക്കുന്ന ഞാൻ നല്ലവണ്ണം നോക്കുന്നുണ്ടെന്ന രീതിയിൽ. പിന്നെ ഇവർ ആദ്യം ഔട്ടാവുന്നവർ മറ്റുള്ളവരെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും, മനസ്സിലായോ? അങ്ങനെ സിജോയും അർജുനും കൂടിയിട്ട് നമ്മുടെ ജാസ്മിനെ പിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീതുവിനെ പോയി സിജോ ഇറിറ്റേറ്റ് ചെയ്യും, നീ എന്താണ് ബാത്റൂം പോയിരിക്കുന്നു എന്ന രീതിയിൽ. പിന്നെ നമ്മുടെ അപ്സരയുടെ മുമ്പേ ജിൻഡോ ഇങ്ങനെ ഒറ്റക്കാൽ നിന്നൊക്കെ തപസ് ചെയ്ത് കാണിക്കുന്നുണ്ട്, പാട്ടൊക്കെ പാടി കാണിക്കുന്നുണ്ട്. ജാസ്മിനും ഗബ്രിയൊക്കെ അവസാനം വരുന്നത് നമ്മൾ നോറ ഉണ്ടല്ലോ ഈ സമയം ഒരു കാലിന് പുറത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ നിന്നത്. പക്ഷേ ജാസ്മിൻ അത് ചൂണ്ടിക്കാണിച്ചു. പക്ഷേ രതീഷ് അതിൽ ശ്രദ്ധിച്ചിട്ടില്ല. രതീഷ് ശ്രീതുവിൻ്റെ പറയാണ്ട് പോയത്. പിന്നെ ശ്രീതു നല്ല കൊടുക്കുകയും ചെയ്തു രതീഷിന്. എന്തായാലും നമ്മളെ ഗബ്രി ഔട്ടായി, ജാസ്മിൻ ഔട്ടായി. പക്ഷേ അത് നോറ എല്ലാവരും കൂട്ടത്തോടെ വളഞ്ഞ് ആക്രമിക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ നോറ. പക്ഷേ നോറയും റസ്മിനായിരുന്നു. റസ്മിൻ ഔട്ടായി, നോറ അവസാനം വരെ പിടിച്ചു നിന്നു. അങ്ങനെ മണി ടാസ്കിൽ വേറെ ആരുമല്ല ജയിച്ചിരിക്കുന്നത്, നോറയാണ് ജയിച്ചിരിക്കുന്നത്. നോറയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്തായാലും ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നതല്ല 4 പൗണ്ടിനകത്ത് ചിപ്സും മറ്റെല്ലാം മുച്ചറും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ റസ്മിൻ ഇപ്പോൾ സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തിട്ട് വന്നു. നോറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്ത സമയത്ത് നോറ പറഞ്ഞു നമുക്ക് 4 റൂമുണ്ടല്ലോ, പവർ റൂം, ടണൽ, ഡെന്ന്, അതുപോലെ തന്നെ പിന്നെ എന്താണ് നെസ്റ്റ്. അപ്പോൾ ഈ 4 റൂമുകാർക്കും ഓരോരോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എപ്പിസോഡ് തീർന്നു. പിന്നെ നമ്മുടെ BB+ ആണ് വലിയ കാര്യമായിട്ട് നടന്നില്ല. ഇന്നലെ നമ്മൾ ഈ ചെരുപ്പ് അടിച്ചു മാറ്റുന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനെ സിജോയും അപ്സരയും എടുത്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ശ്രീലേഖ കണ്ടു. ശ്രീലേഖ അത് ഓടിപ്പോയി എടുക്കുന്നു. എന്നിട്ട് അഭിഷേക് ശ്രീകുമാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് ഇവിടെ കുറച്ച് പരാതികൾ കേൾക്കുന്നുണ്ട്, അവരവരെ സാധനം കളയുന്നു കാണുന്നില്ലെന്നൊക്കെ രീതിയിൽ. അപ്പോൾ സായി പവർ റൂമിൽ പോയി ശരണ്യടുത്ത് പറയുന്നു. ശരണ്യ പറഞ്ഞു അതെന്താ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്നെ കൂടി അറിയിക്കില്ലെന്ന രീതിയിൽ. ജാസ്മിൻ പരാതി പറഞ്ഞു എൻ്റെ ലിപ്സ്റ്റിക്കാണ് കാണാതെ പോയത്, എനിക്കിന്ന് ഇത്ര 10 മിനിറ്റ് ലിപ്സ്റ്റിക്ക് കിട്ടിയിരിക്കണം എന്ന രീതിയിൽ. പിന്നെ അപ്സരയാണ് നെക്സ്റ്റ് റൂമിൽ നിന്ന് അപ്സരയും സിജോയാണ് ഇതെല്ലാം മോഷ്ടിക്കുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ അപ്സര പറഞ്ഞു ഇവിടെ ചപ്പാത്തി ദോശയൊക്കെയാണ്, അതിവിടെ എല്ലാവരും കഴിച്ചിട്ടുണ്ടെന്ന രീതിയിൽ ചുമ്മാ ഒരു ഫണ്ണായിട്ട് കേട്ടോ. എന്തായാലും അത് പവർ റൂമിലുള്ള സായി പറഞ്ഞു ഞങ്ങൾ കൊടുത്ത ടാസ്ക് ആണെന്ന രീതിയിൽ സംസാരിച്ചു. അതിനുശേഷം അവിടെ സ്പർശനം, അതായത് കൈ ആരാ തിരിച്ചറിയുന്ന രീതിയിൽ ചുമ്മാ ഒരു ഫണ്ണായിട്ട്. ഇപ്പോൾ ജാസ്മിനും നന്ദനയുടെ കൈ കൊടുത്തപ്പോഴത്തേക്ക് നന്ദനയുടെ കൈയാണ് ജാസ്മിൻ്റെ കൈ എന്ന് പറഞ്ഞ് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു കണ്ണു മൂടിയിട്ട് ഓരോ കൈകളെ തിരിച്ചറിയും. അങ്ങനെ കുറേ കൈ നോക്കിയപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ കൈ കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്ക് 100 കൈ കൊണ്ടുവന്നാലും നിൻ്റെ കൈ എനിക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന രീതിയിൽ. അതിനുശേഷം നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ വേറെ ആർക്കുമല്ല ശ്രീധുവിനാണ് കേട്ടോ. അങ്ങനെ സന്തോഷം ജന്മദിനം കുട്ടിക്കെന്ന രീതിയിൽ എല്ലാവരും കൂടി ഹാപ്പി ബർത്ത്ഡേ സോങ്ങൊക്കെ പാടി ശ്രീധുവിനെ വിഷ് ചെയ്തിരിക്കുകയാണ്. വിജി രമേശ് വ്ളോഗിൽ നിന്ന് വിജിയും ശ്രീധുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ശ്രീധു. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, നല്ലോണം ഗെയിം കളിക്കുക, നല്ല സ്മാർട്ടായിട്ടിരിക്കുക. അതിനുശേഷം അമ്മ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ലെറ്ററും ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. റസ്മിൻ അത് വായിക്കുന്നുണ്ട്, നീ നല്ലോണം കളിക്കുക എന്ന രീതിയിൽ. പിന്നെ ക്യാമറ നോക്കി അമ്മയോട് സംസാരിക്കാൻ, മമ്മി ഇല്ലാത്ത ബർത്ത്ഡേ ആണ്, എല്ലാത്തിനും മമ്മിയുണ്ട്, ഇവിടെ നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ പോകുന്നുണ്ട്, സംസാരിച്ചിരിക്കുന്നു, ഉറങ്ങാൻ ലേറ്റാവുന്നുണ്ട്, പക്ഷേ എത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാലും ഞാൻ ഗെയിമായിട്ട് കാണും മമ്മി എന്നൊക്കെ രീതിയിൽ ഒരു അമ്മയും മകളും തമ്മിലുള്ള ഒരു കോൺവെർസേഷനായിട്ട് തോന്നി. അതായത് ഇപ്പം എനിക്ക് 2 പെൺമക്കളാണ്, അപ്പം നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടെ ഉണ്ടാകും. അപ്പോൾ ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവർക്ക് എത്രമാത്രം ഫീലിംഗ് ചെയ്യുന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഉണ്ടല്ലോ റസ്മിനും അർജുനും കൂടിയിട്ട് നമ്മൾ ശ്രീധുവിന് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്, വേറെ നല്ല ഹാപ്പി ബർത്ത്ഡേ എന്ന രീതിയിൽ. നമ്മൾ ജിൻഡോ പറഞ്ഞില്ലേ, ജിൻഡോ പറഞ്ഞപ്പോൾ നമ്മൾ ആരും കാര്യമാക്കില്ല, പക്ഷേ ഇതവിടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഒരു പേപ്പറിനകത്ത് ക്യൂടെക്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ പിന്നെ അർജുൻ എഴുതിയിരിക്കുന്ന ഹാപ്പി ബർത്ത്ഡേ ക്യൂട്ടിപ്പൈ എന്ന് പറഞ്ഞിട്ട് ലവിൻ്റെ സിമ്പിളൊക്കെ വെച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്
BB+-നകത്ത് വലിയ കാര്യമായിട്ട് നടന്നില്ല. ബിഗ് ബോസിനകത്തും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗെയിം മാത്രം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ എന്ന് അർജുൻ ശ്രീധുവിനെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നത് കേട്ടോ. എന്താ പറയേണ്ടത്, ഒരു സീരിയൽ ലെവലിൽ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഗെയിം വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി നാളെ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. വിജി രമേശ് എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നാളത്തെ റിവ്യൂമേ വരാം. അതുവരെ നിങ്ങൾ ഇന്ന് ഇവിടെ പറയുന്നു വിജി രമേശ് വ്ളോഗിലെ ബിജി. ബൈ ബൈ.